അസ്സലാമു അലൈക്കും. ഈ പുണ്യമായ റബീഉൽ അവൽ മാസത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ചരിത്രമാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. റബീഉൽ അവൽ 12 തിങ്കളാഴ്ച സുബ്ഹിയോടടുത്ത സമയം മക്കയിൽ ഒരു കുഞ്ഞ് പിറന്നു. അതായിരുന്നു നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ യഥാർത്ഥ പേര് മുഹമ്മദ് എന്നാണ്. നബിയുടെ പേര് കേൾക്കുമ്പോൾ കൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മൾ പറയണം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലെ ഷേബ് ഇബ്നു ഹാഷിം എന്ന മലഞ്ചെരുവിലെ ഒരു ചെറിയ വീട്ടിലാണ് ജനിച്ചത്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുറൈശി ഗോത്രത്തിൽ ഹാഷിം വംശത്തിലാണ് ജനിച്ചത്. മുത്തുനബിയുടെ പിതാവിന്റെ പേര് അബ്ദുള്ള എന്നും മാതാവിന്റെ പേര് ആമിന ബീവി എന്നുമായിരുന്നു. നബി തങ്ങളുടെ നിറം ചുവപ്പ് കലർന്ന വെളുത്ത നിറമാണ്. ഭയങ്കര വെളുപ്പല്ല, തീരെ കറുപ്പുമല്ല. ചുവപ്പുണ്ട്, എന്നാൽ വെളുപ്പുമുണ്ട്. അങ്ങനത്തെ ഒരു നിറമായിരുന്നു. നബി തങ്ങളുടെ വെല്ലിപ്പാടെ പേര് അബ്ദുൽ മുത്തലിബ് എന്നും വെല്ലിമ്മയുടെ പേര് ഫാത്തിമ എന്നുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് കുട്ടിയുടെ ഉമ്മ മാത്രമല്ല പാല് കൊടുക്കുക, അവിടെ പാല് കൊടുക്കാൻ വേണ്ടി ഒരുപാട് സ്ത്രീകൾ ഉണ്ടായിരുന്നു. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പാല് കൊടുത്തത് ആദ്യം സ്വന്തം ഉമ്മയായ ആമിന ബീവിയായിരുന്നു. രണ്ടാമതായി സുവൈബത്തുൽ അസ്ലമിയ എന്ന് പറയുന്ന മഹദിയും മൂന്നാമതായി ഹലീമ ബീവിയും നബി തങ്ങൾക്ക് പാല് കൊടുത്തു. അതിനുശേഷം ഉമ്മു ഐമൻ, അതുപോലെ ഉമ്മു ഫർവ, പിന്നെ കൗല എന്നിങ്ങനെ 6 പേരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുലപ്പാൽ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇവരെല്ലാവരും നബി തങ്ങളുടെ ഉമ്മമാരായി മാറി. നബി തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ പിതാവ് അബ്ദുള്ള വഫാത്തായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ മാതാവായ ആമിനയെയും പിന്നീട് വെല്ലിപ്പയായിരുന്ന അബ്ദുൽ മുത്തലിബിനെയും നഷ്ടപ്പെട്ടു. തുടർന്ന് പിതൃ സഹോദരനായ അബൂ ത്വാലിബിന്റെ സംരക്ഷണത്തിലായിരുന്നു വളർന്നത്. ചെറുപ്പം മുതൽ തന്നെ നബി തങ്ങളുടെ സ്വഭാവം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. സത്യസന്ധതയും വിശ്വസ്തതയും കാരണം മക്കക്കാർ നബി തങ്ങളെ അൽ അമീൻ, അതായത് വിശ്വസ്തൻ എന്ന പേര് വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 11 ഭാര്യമാർ ഉണ്ടായിരുന്നു. 1 ഖദീജ ബീവി, 2 സൗദ ബീവി, 3 ആയിഷ ബീവി, 4 അഫ്സ ബീവി, 5 സൈനബ ബീവി, 6 ഉമ്മു സൽമ ബീവി, 7 ജഹ്ഷിന്റെ മകൾ സൈനബ ബീവി, 8 ജുവൈരിയ ബീവി, 9 ഉമ്മു ഹബീബ ബീവി അഥവാ റംല ബീവി, 10 സഫിയ ബീവി, 11 മൈമൂന ബീവി. യൗവനത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹുവുമായി കല്യാണം നടന്നു. കുടുംബജീവിതത്തിലും നബി തങ്ങൾ ഉത്തമ മാതൃകയായിരുന്നു. ഭാര്യയോടും മക്കളോടും അയൽക്കാരോടും സമൂഹത്തോടും കരുണയും സ്നേഹവും കാണിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മൊത്തം 7 കുട്ടികൾ ഉണ്ടായിരുന്നു. 4 ആൺകുട്ടികളും 3 പെൺകുട്ടികളും. 1 കാസിം, 2 സൈനബ്, 3 റുക്കിയ, 4 ഉമ്മു കുൽസു, 5 ഫാത്തിമ, 6 അബ്ദുള്ള, 7 ഇബ്രാഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40-ാം വയസ്സിൽ ഹിറാ ഗുഹയിൽ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ആദ്യ വഹി ലഭിച്ചു. അതിനുശേഷം ഏകദൈവ വിശ്വാസത്തിലേക്കും സത്യത്തിലേക്കും നീതിയിലേക്കും മനുഷ്യരെ നബി തങ്ങൾ ക്ഷണിച്ചു. എന്നാൽ മക്കയിലെ ശത്രുക്കൾ അതിനെ ശക്തമായി എതിർത്തു. നബി തങ്ങളെയും സ്വഹാബികളെയും പല വിധത്തിൽ പീഡിപ്പിച്ചു. എന്നിട്ടും നബി തങ്ങൾ പ്രതികാരത്തിന്റെ മാർഗം സ്വീകരിച്ചില്ല. ക്ഷമയും സഹനവും കാരുണ്യവും കൊണ്ട് മുന്നോട്ടു പോയി. ത്വായിഫിൽ നടന്ന സംഭവം നമുക്കൊരു വലിയ പാഠമാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുകയും കല്ലെറിയുകയും ചെയ്തു. ശരീരം കരക്തത്തിൽ മുങ്ങിപ്പോയപ്പോഴും അവിടുന്ന് അവർക്കെതിരെ ശാപം ചോദിച്ചില്ല. മറിച്ച് അവരുടെ സന്തതികളിൽ നിന്ന് അള്ളാഹുവിനെ ആരാധിക്കുന്നവർ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് പ്രകടിപ്പിച്ചത്. ഇതാണ് നമ്മുടെ നബിയുടെ കാരുണ്യം. അതിനുശേഷം ഹിജ്റ നടന്നു. മദീനയിലെത്തി അവിടെ ഒരു പുതിയ സമൂഹത്തെ നബി തങ്ങൾ പടുത്തുയർത്തി. സഹോദരത്വവും നീതിയും പരസ്പര സ്നേഹവും അവിടെ സ്ഥാപിച്ചു. മദീനയിൽ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യർക്കും അവരുടെ അവകാശങ്ങൾ ഉറപ്പാക്കുന്ന ഒരു സാമൂഹിക സംവിധാനം നബി തങ്ങൾ സ്ഥാപിച്ചു. നബി തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത അവിടുത്തെ സ്വഭാവമായിരുന്നു. ആരെങ്കിലും മോശമായി പെരുമാറിയാൽ ക്ഷമിക്കും.
ദരിദ്രരെയും അനാഥരെയും വിധവകളെയും സ്നേഹിച്ചു. അയൽക്കാരുടെ അവകാശങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു. മാതാപിതാക്കളെ ആദരിക്കാനും കുട്ടികളോട് കരുണ കാണിക്കാനും പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ സ്വഭാവത്തിൽ ഏറ്റവും ഉത്തമനായവനാണ്. നബി തങ്ങളുടെ 51-ാമത്തെ വയസ്സിലാണ് ഇസ്രാ മിഅ്റാജ് പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദർ, ഉഹദ്, ഖന്തക്ക്, ഹുനൈൻ തുടങ്ങിയ യുദ്ധങ്ങളിൽ പങ്കെടുത്തു. അങ്ങനെ 63-ാമത്തെ വയസ്സിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി. നബി തങ്ങൾ ജനിച്ചതും വഫാത്തായതും ഹിജ്റ വന്നതും ഒക്കെ റബീഉൽ അവ്വൽ 12-നാണ്. അങ്ങനെ നബിയുടെ 63-ാം വയസ്സിൽ മദീനയിൽ വെച്ച് നബി തങ്ങൾ നമ്മളോട് വിട പറഞ്ഞു. റബീഉൽ അവ്വൽ മാസം ആഘോഷങ്ങളുടെ മാസം മാത്രമല്ല, നബിയുടെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള മാസം കൂടിയാണ്. നാം നബിയെ സ്നേഹിക്കുന്നുവെന്ന് പറയുന്നത് മാത്രം പോരാ, നമ്മുടെ നാവിൽ നബിയോടുള്ള സ്നേഹം വേണം. നമ്മുടെ ഇടപാടുകളിൽ വിശ്വസ്തത വേണം. മാതാപിതാക്കളോട് നന്മ കാണിക്കണം. അയൽക്കാരെ ബഹുമാനിക്കണം. പാവപ്പെട്ടവരെ സഹായിക്കണം. മറ്റുള്ളവരോട് ക്ഷമിക്കണം. അതാണ് നബി തങ്ങളുടെ യഥാർത്ഥ സ്നേഹം. നബി തങ്ങളുടെ ജീവിതത്തിന്റെ അവസാന നിമിഷത്തിലും ഉമ്മത്തിനെ കുറിച്ചുള്ള ചിന്തയായിരുന്നു. വിടവാങ്ങൽ പ്രസംഗത്തിൽ പോലും മനുഷ്യരുടെ അവകാശങ്ങൾ, സ്ത്രീകളോടുള്ള നല്ല പെരുമാറ്റം, സഹോദരത്വം തുടങ്ങിയ നിരവധി കാര്യങ്ങൾ നബി തങ്ങൾ പഠിപ്പിച്ചിരുന്നു. അവിടുത്തെ ദൗത്യം പൂർത്തിയാക്കി നബി തങ്ങൾ 63-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. പക്ഷേ അവിടുത്തെ സന്ദേശം ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ നബിയുടെ സുന്നത്ത് ജീവിക്കണം. നമ്മുടെ സംസാരത്തിൽ നബിയുടെ സത്യസന്ധത വേണം. നമ്മുടെ പെരുമാറ്റത്തിൽ നബിയുടെ കാരുണ്യം വേണം. നമ്മുടെ ഹൃദയത്തിൽ നബിയോടുള്ള സ്നേഹം വേണം. അള്ളാഹു നമ്മളെ എല്ലാവരെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിക്കാനും സുന്നത്ത് അനുസരിച്ച് ജീവിക്കാനും അവിടുത്തെ ശഫാഅത്ത് ലഭിക്കാനും അനുഗ്രഹിക്കട്ടെ. ആമീൻ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായാൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ ഇസ്ലാമിക അറിവുകൾക്കായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.